ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ മുച്ചിരിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരു പാർട്ടിന് ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്തും കാര്യങ്ങളും കൊണ്ട് ഇപ്പോൾ രണ്ട് പാർട്ടാക്കി ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ രണ്ട് പാർട്ടാക്കി ഇടുകയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം ഉത്സവം നടക്കുന്നതായതുകൊണ്ട് പോണ വഴിയും കാര്യങ്ങളൊക്കെ ഫുള്ള് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് കയറി പോകാനുള്ളൊരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ കയറി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മലയുടെ മുകളിൽ നല്ല അടിപൊളിയായിട്ടൊരു ചെറിയ വെള്ളം വരുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളമാണ്, നല്ല അടിപൊളി കിടിലൻ തണുപ്പാണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകുന്ന വഴി കൂടെ ഫുള്ളും വെള്ളം തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ആ ഒരു താഴം വരെയും വെള്ളം തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ആ ഒരു ഗുഹ അല്ലെങ്കിൽ നരിമട ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടോ ഇല്ലയോ നമുക്ക് പോണ വഴിക്കൊന്ന് ജസ്റ്റ് നോക്കാം. അയ്യപ്പസ്വാമിയുള്ള കാട്ടിലൊരു പുലി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല. എന്നാലും നമുക്ക് എന്തായാലും ആ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ ഈ പോണ വഴിക്കൊന്ന് കാണാം. അപ്പോൾ വെള്ളത്തിൽ കൂടെയുള്ള യാത്ര ഏകദേശം അവസാനിച്ചു എന്ന് തോന്നുന്നു. വെള്ളം വേറൊരു വഴി കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാനുള്ള വഴിയാണിത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ മലയുടെ താഴത്ത് എത്താറായി എന്ന് തോന്നുന്നു. മലയുടെ അപ്പുറത്തായിട്ടുള്ള കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളം എടുക്കുന്നുണ്ട് അവർ. അപ്പോൾ അതിലേക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം അത്രയും പ്യുവറായിട്ട് മലയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളമായതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊരു ഗുഹ കാണുന്നുണ്ട്. അപ്പോൾ അതാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ സംഭവം എന്തായാലും ഉള്ളത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു ഗുഹയാണെന്നുള്ളത്. അപ്പോൾ ഇത് പുറത്തേക്ക് ചേർത്ത് ഇതിൻ്റെ അകത്തേക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം ഉള്ളിലേക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കാണുമെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് ആ സംഭവം സത്യമാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ മലയുടെ മുകളിൽ നിന്നായിട്ട് ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം പോലെ ഒരു അടിപൊളിയായിട്ടൊരു സംഭവമുണ്ട്. ഇവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അയ്യപ്പൻ കോട്ടയിലേക്കുള്ള ഒരു യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തോടെ വീഡിയോ ഇടാൻ കഴിയില്ല. ഇങ്ങനെ ഒരു 3/4 മണിക്കൂറിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒരു ബോറടിപ്പിക്കാതെ മാക്സിമം എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലായതുകൊണ്ട് ഭയങ്കര ടയർഡാവും പെട്ടെന്ന് മല കയറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കയറി പോകാൻ കഴിയും. എന്തായാലും ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ആരും ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടായതുകൊണ്ട് ചിലപ്പോൾ കാട്ടുപന്നി, മുള്ളംപന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മൃഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാതെ വലിയ മൃഗങ്ങളൊന്നും കാട്ടിലില്ല. എന്തായാലും നല്ല അടിപൊളി സ്ഥലം. കാരണം ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ആ ഒരു മലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അയ്യപ്പൻ്റെ ആ ഒരു സന്നിധിയിലേക്ക് നമ്മളിത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെറുതായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഒരു ചെറിയൊരു ക്ഷേത്രം, അല്ലെങ്കിൽ ചെറിയൊരു അയ്യപ്പൻ്റെ ചെറിയൊരു ക്ഷേത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. വലിയൊരു അയ്യപ്പൻ കോട്ടയൊന്നുമല്ല, ചെറുതായിട്ടൊരു ക്ഷേത്രം. എന്നാലും മലയുടെ മുകളിലായതുകൊണ്ട് ഇത് അധികം ആർക്കും ഇവിടെ ഉള്ളവർക്ക് മാത്രമാണ് ഇത് അറിയുള്ളൂ. പുറത്ത് അങ്ങനെ ആർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുച്ചീരി മലയുടെ മുകളിലിരിക്കുന്ന ഒരു അയ്യപ്പൻ കോട്ട എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ.
അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. ക്യാമറയിൽ ഇപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ക്യാമറയിൽ കാണിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറയുന്നത് നല്ല അടിപൊളി സൂപ്പർ സ്ഥലം കേട്ടോ. എന്തായാലും ഫ്രണ്ട്സ് ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി മാക്സിമം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അയ്യപ്പ സന്നിധിയോട് മുച്ചിരിയിലിരിക്കുന്ന ഈ അയ്യപ്പൻ കോട്ടയോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇപ്പോൾ പിള്ളേർ താഴത്തെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മലയുടെ താഴത്തുള്ള വീടുകളിലെ പിള്ളേരായിരിക്കും, അവർക്കൊക്കെ സുഖമായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അടിപൊളിയായിട്ട് കുളിക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു സ്ഥലവുമായി അടുത്ത വീഡിയോയിൽ കാണാം.